ഹലോ ഗൈസ്, അങ്ങനെ ചെമ്പനീർ പൂവ് പുതിയ പ്രൊമോലോടിപ്പിൽ നമ്മുടെ സച്ചിനോടും രേവതിയുടെ അടുത്തും നമ്മുടെ ശ്രീകാന്ത് ആ ഒരു സത്യം പറയുകയാണ്. അതേ കൂട്ടുകാരെ, ഇവര് നമ്മുടെ സച്ചിയും രേവതിയും ഇങ്ങനെ പറയുന്നുണ്ട്, ഓ ഓള് സർപ്രൈസ് ആയിട്ട് പറയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അങ്ങനെ ഒന്നും ഇല്ല ഏട്ടാ, വർഷയ്ക്ക് ആ കുഞ്ഞ് വേണം എന്നില്ല. ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയാണ് അവൾ പപ്പായ ജ്യൂസ് കുടിക്കാൻ ശ്രമിച്ചതും പാതിരാത്രി എഴുന്നേറ്റ് ഡാൻസ് കളിച്ചതും എന്നൊക്കെ പറയുകയാണ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിയും രേവതി ഒന്ന് ഷോക്കായി നിൽക്കുവാണേ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അവൾക്ക് എല്ലാം കുട്ടിക്കളിയാണല്ലോ, ദൈവമേ ഇതും കുട്ടിക്കളിയാണല്ലോ, ഇനി എന്ത് ചെയ്യും, അവള് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് തമ്മിൽ ഒരു ചർച്ച ചെയ്യുന്നുണ്ടേ. പിന്നീട് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിലും നമ്മുടെ വർഷയുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ആ ഒരു സത്യം ചെയ്യിക്കുന്നുണ്ട്. അതായത് കുഞ്ഞിനെ ഇനി കളയാൻ ശ്രമിക്കില്ല എന്നുള്ളത് എനിക്ക് സത്യം ചെയ്ത് തന്നെ എന്ന് നമ്മുടെ ശ്രീകാന്ത് പറയുന്നുണ്ട്. പക്ഷെ വർഷ അതൊന്നും കാര്യാക്കാതെ ശ്രീകാന്ത് പറയുന്നത് പോലും കേൾക്കാൻ മൈൻഡ് ചെയ്യാതെ പോയി കിടക്കുന്നുണ്ടേ. അപ്പൊ അപ്പുറത്ത് നമ്മുടെ സച്ചിക്കും രേവതിക്കും ഭയങ്കര സങ്കടം. രേവതി പറയുന്നുണ്ട്, നമുക്കൊരു തൊട്ടിൽ കെട്ടാൻ പോലും സ്ഥലമില്ലല്ലോ, നമ്മൾക്ക് എന്തായാലും കുഞ്ഞ് വൈകുന്നത് തന്നെ നല്ലത് എന്നൊക്കെ നമ്മുടെ രേവതി ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ പറയുവാണേ. അപ്പൊ സച്ചി പറയുന്നുണ്ട്, ഇനി വർഷ എങ്ങാനും രാത്രി ശ്രീകാന്ത് ഉറങ്ങുന്ന സമയത്ത് കുഞ്ഞിനെ കളയാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യോ ആവോ, നീ ഒന്ന് അവളെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതി അപ്പൊ തന്നെ എഴുന്നേറ്റ് നമ്മുടെ ശ്രീകാന്തിന്റെ മുറിയിൽ പോയിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്കിന്ന് വർഷയോടൊപ്പം കിടക്കണം, ശ്രീകാന്ത് സച്ചിയേട്ടന്റെ ഒപ്പം പോയി കിടന്നു എന്നും പറഞ്ഞിട്ട് ശ്രീകാന്തിനെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ വർഷയ്ക്കൊപ്പം നമ്മുടെ രേവതിയാട്ടോ കിടക്കുന്നേ. എന്നിട്ട് രേവതി ഇങ്ങനെ ഉപദേശിക്കുകയാണ് നമ്മുടെ വർഷനെ, ആദ്യം നിനക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല, പക്ഷെ പതുക്കെ പതുക്കെ നീ പൊരുത്തപ്പെട്ടോളും, നിന്റെ കൂടെ എന്നും ഞാനില്ലേ, ഞാൻ നിന്നെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതി നമ്മുടെ വർഷയ്ക്ക് ഇങ്ങനെ ധൈര്യം കൊടുക്കുന്ന ഒരു നിമിഷങ്ങളാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിച്ചതേ. കാത്തിരിക്കാം കേട്ടോ, അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.